Dear students, this is our next topic, joint stock companies from chapter 2, forms of business organization. ഇതുവരെ പഠിച്ച ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ എല്ലാം വിട്ട് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡീസ് ഇനിയും നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ സബ്ജക്റ്റ് മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. എന്താണ് joint stock company? Joint stock companies are emerged to overcome the difficulties of sole proprietorship and partnership business organizations and to run large-scale business enterprises. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും അതുപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എല്ലാം പഠിച്ചു. ഇതിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് രണ്ടും കുറച്ച് വ്യത്യസ്തത ഉള്ളതാണ് അല്ലേ? കാരണം ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹിന്ദു ഫാമിലി ആയിരിക്കണം, അത് ജോയിന്റ് ഫാമിലി ആയിരിക്കണം, അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിലും അതിൽ നിന്നുള്ളവരായിരിക്കണം എന്നുള്ള ഒരുപാട് എന്താ പറയുക ഇതുണ്ട്, പ്രത്യേകതകളുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് മാറ്റി നിർത്താം. ഇനി കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫോർ പ്രോഫിറ്റ്, ഇറ്റ് ഈസ് ഫോർ പ്രൊവൈഡിങ് സർവീസ് ടു ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് ആൻഡ് ഫോർ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പറേറ്റീവ് സെക്ടേഴ്സിനെ മാറ്റി നിർത്താം. ബാക്കി രണ്ടെണ്ണം സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പുമാണ്. ദേ ആർ ഓൾസോ വർക്കിംഗ് ഫോർ ഏണിംഗ് മോർ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ലിമിറ്റേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എമർജ് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അനദർ ഫോം ഓഫ് ഓർഗനൈസേഷനാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫോർ റണ്ണിങ് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻസ്, വലിയ സ്കെയിൽ ഓർഗനൈസേഷൻസ്. നമുക്കറിയാം സോൾ പ്രൊപ്രൈറ്റർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ കുറവായിരിക്കും, അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്, മാനേജ്മെൻറ്റ് എബിലിറ്റി കുറവാണ്. അതിനൊന്നും എന്താ പറയുക, ഒരു ഓർഗനൈസേഷന് ഇപ്പോൾ ഓണേഴ്സിന് എന്തെങ്കിലും സംഭവിച്ച ഓർഗനൈസേഷൻ അവിടെ നിന്ന് പോകും. ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. കമ്പനീസ് ആക്ട് ഓഫ് 2013, അതാണ് ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആക്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒറിജിൻ കേട്ടോ. ഒറിജിൻ ഒരുപാട് മുന്നേ ഉണ്ട്. 1888, 86 ആ ഒരു സമയം തൊട്ട് നമുക്ക് കമ്പനി ആക്റ്റുകളുണ്ട്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിരുന്നത് 1956 കമ്പനി ആക്ട് ആയിരുന്നു. 2013 അമെൻമെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കമ്പനി ആക്ടിനെ പറയുന്നത്. അപ്പോൾ കമ്പനി ആക്ട് ഓഫ് 2013 അതനുസരിച്ചിട്ടുള്ള ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. എന്താണ് കമ്പനി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് പേഴ്സൺ. സ്വയമേധയാ കുറച്ച് ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല അതിന് എന്താണുള്ളത്? ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ കണ്ണിൽ വേറിട്ട സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നിലനിൽപ്പുണ്ട്. അതാണ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഓണറും ഓർഗനൈസേഷനും രണ്ടാണ് നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ. പെർപെക്ച്വൽ സക്സഷൻ, അതായത് ഒരു തുടർച്ചയുണ്ട്, അങ്ങനെയുള്ള ഓർഗനൈസേഷനാണ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്ററിലൊക്കെ പറഞ്ഞു ആൾ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റസി വരുമ്പോൾ, ഇൻസാനിറ്റി വരുമ്പോഴൊക്കെ ഓർഗനൈസേഷൻ നിന്ന് പോകും. ഇവിടെ അതില്ല. അതാണ് പെർപെക്ച്വൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടാകുന്നത്. ആൻഡ് എ കോമൺ സീൽ. സീല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്തിനാണ് സീൽ ഉപയോഗിക്കുന്നത്? ഫോർ ഐഡൻറ്റിഫൈങ് എൻ ഓർഗനൈസേഷൻ ഓർ ഫോർ എ പേഴ്സൺ അല്ലേ? ഒരു പേഴ്സൻ്റെ ഡെസിഗ്നേഷനോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെയോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നോർമലി നമ്മളൊരു സീൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിനി സെക്കൻഡ് ഇയറിലേക്ക് കടന്നാൽ പ്രാക്ടിക്കൽ ഉണ്ടാവും. പ്രാക്ടിക്കലിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് എഴുതേണ്ടി വരും. ആ റെക്കോർഡിൽ എന്ത് ചെയ്യും? ടീച്ചേഴ്സ് സൈൻ ചെയ്യും, അവരുടെ ഡെസിഗ്നേഷൻ അടങ്ങിയ സീല് പതിപ്പിക്കും. കൂടാതെ നമ്മുടെ സ്കൂളിൻ്റെ സീലും പതിപ്പിക്കും. അതിൽ ആ സ്കൂളിൻ്റെ പേരുണ്ടാവും, അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പാടൂർ. അതുകൂടാതെ നമ്മുടെ സ്കൂളിൻ്റെ ഒരു കോഡുണ്ട് 08083 എന്ന് പറഞ്ഞിട്ട്. ആ കോഡും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോഡ് ആ സീല് കാണുമ്പോഴറിയാം ഇത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലത്തെ കുട്ടിയുടെ കയ്യിലുള്ള റെക്കോർഡാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് സീൽ എന്ന് പറയുന്നത്. ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ എന്തിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്? സിഗ്നേച്ചറിന് പകരമായിട്ടാണ് ഈ കോമൺ സീൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഡെഫിനിഷനെ എങ്ങനെ പറയാം? എൻ ഓർഗനൈസേഷൻ വിച്ച് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്, perpetual succession and have a common seal. This type of organization must be a voluntary association of person. It is known as joint stock companies. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കൂട്ടം ചേരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം. പക്ഷെ അതിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസും പെർപെക്ച്വൽ സക്സഷനും കോമൺ സീലും എല്ലാം ഉണ്ടായിരിക്കണം.
കമ്പനി ആക്ട് ഓഫ് 2013 അനുസരിച്ചുള്ള ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് ആക്റ്റുകളെ പറ്റി പറഞ്ഞിരുന്നു, അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നോക്കി നോക്കൂ. ആസ് പെർ കമ്പനി ആക്ട് 2013, എ കമ്പനി മീൻസ് company incorporated under this act or any other previous company law. 2013 കമ്പനി ആക്ട് അനുസരിച്ചിട്ട് ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? 2013 ആക്ടിന്റെ അണ്ടറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. ഓർ എനി അതർ പ്രീവിയസ് കമ്പനി ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ലോ, മുന്നേ ഉള്ള കമ്പനി ലോ അനുസരിച്ചിട്ട്. അത് എവിടെ നിന്ന് തുടങ്ങുന്നു? പ്രീവിയസ് ലോസ് ഫ്രം 1866 to 1956. 1866 അത് ഇൻഡിപെൻഡൻസിനൊക്കെ വളരെ മുന്നേ 1766 ആക്ട് റിലേറ്റിംഗ് ടു കമ്പനീസ് ഇൻ ഫോഴ്സ് ബിഫോർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1866. ഓക്കെ, അത് ഈ 1866 കമ്പനി ആക്ടിന് മുന്നേ ഉള്ള ആക്ട് ആണ് അത് കേട്ടോ. 1866 ഇന്ത്യൻ കമ്പനി ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് നിലവിൽ വന്നത്. ആ ആക്ടിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ആക്ട്, അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ തുടങ്ങും. ഇനി 1866 തൊട്ട് ഇന്ത്യൻ കമ്പനി ആക്ട് ആണ്. 1882 അത് അമെൻഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇന്ത്യൻ കമ്പനി ആക്ട്. 1913 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അത് വീണ്ടും അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകളോ മാറ്റങ്ങളോ ഒക്കെ വരുത്തുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനി ആക്ട് അനുസരിച്ചിട്ട്. ദെൻ ദ രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫേർഡ് കമ്പനീസ് ഓർഡിനൻസ് 1942 അതാണ് ഒരു പുതിയൊരു സാധനം അതിലേക്ക് കയറി വന്നിട്ടുള്ളത്. ദെൻ 1956 ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അമെൻഡഡ് ഫോമാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പനി ആക്ട് ഓഫ് 2013 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏതെങ്കിലും ഒരു ലോ അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പനി ആക്ട് 2013 അനുസരിച്ചിട്ടോ പ്രവർത്തിക്കുന്ന കമ്പനികളെ പറയുന്ന പേരാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെയാണ് കമ്പനികളായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അവിടെ ഒരു റോബോട്ടിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു ആൾക്കാരല്ലേ? അതിൽ നമ്മൾ റോബോട്ടിനെ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. റോബോട്ടൊന്നുമല്ല നമ്മൾ പറയുന്നതിനനുസരിച്ച് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരുപാട് ഇതുകളിൽ നമ്മൾ യന്ത്രനിലൊക്കെ കണ്ടിട്ടുണ്ടാവും റോബോട്ട്സിനെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും പല സീനുകളിലും. അപ്പം അതേപോലെ റോബോട്ട്സ് വലിയ വലിയ നാടുകളിലൊക്കെ വീട്ടിലെ ജോലികൾ ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് റോബോട്ട്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക റിസ്ക് ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് റോബോട്ട്സിനെ അത് എന്താ വെച്ചാൽ പ്രോഗ്രാം ചെയ്ത് വിടുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അതനുസരിച്ച് റോബോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ കയ്യും കാലും തലയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അതൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതൊരു നാച്ചുറൽ പേഴ്സൺ അല്ല, ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതേപോലെ തന്നെയാണ് ഇവിടെ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ലോ. ഇറ്റ് ഹാവ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ own property and borrow fund from others and it can be entered into contract with others. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണ്? അവിടെ ഒരു കോമൺ സീൽ ഉണ്ട് അതുകൊണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം സ്ഥാപിതമായതാണ്. ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടീസ്, ബോറോ ഫണ്ട്സ് either into contracts in its own name, സ്വന്തം പേരിൽ വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും കൂടി പറ്റും. ബോറോ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട് കടം വാങ്ങുക അല്ലെങ്കിൽ നേടിയെടുക്കുക. ഓൺ പ്രോപ്പർട്ടീസ്, സ്വന്തമായിട്ട് പ്രോപ്പർട്ടീസ് വാങ്ങിക്കാനും ആ ഉടമസ്ഥത നിലനിർത്താനൊക്കെ ഉള്ള അവകാശമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ഇതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ, but in the eyes of law it has a separate legal existence and it can be entered into contract with its common seal, but it is not a natural person. Okay, the next one is separate legal entity. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നിയമപ്രകാരം വേറിട്ടൊരു നിലനിൽപ്പുണ്ട്. അത് സോൾ പ്രൊപ്രൈറ്ററിലും പാർട്ട്ണർഷിപ്പിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഡെത്ത്, ഇൻസാനിറ്റി, ബാങ്ക്രപ്റ്റസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓണേഴ്സിന് വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എഫക്റ്റിംഗ് ദി വർക്കിംഗ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ദേ ആർ ലയബിൾ ഫോർ ദി ലയബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈവൻ ദെയർ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മേ ബി പ്ലെഡ്ജ്ഡ് ഫോർ ദിസ് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാനുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, വേറിട്ട നിലനിൽപ്പാണ്. ആസ് ദി കമ്പനി ഈസ് രജിസ്റ്റേർഡ് ബോഡി, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിർബന്ധമാണ് രജിസ്ട്രേഷൻ.
സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ രജിസ്ട്രേഷൻ വേണ്ട, പാർട്ട്ണർഷിപ്പിൽ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്, നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതിൻ്റെ ഓണേഴ്സിൽ നിന്ന് വ്യത്യാസമായിട്ട് അതിൻ്റെതായ ലയബിലിറ്റീസും അതിൻ്റെതായ അസറ്റ്സും ആണ്. അതൊരു രീതിയിലും ആരെ ബാധിക്കില്ല, ഈ ഓണേഴ്സിനെ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ ബാധിക്കില്ല. ദെയർ ലയബിലിറ്റി മേ ബി എക്സ്റ്റെൻഡഡ് ടു ദെയർ ഷെയർ. അവർ എത്രത്തോളം ഷെയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അത്ര വരയ്ക്ക് മാത്രമേ അവരുടെ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അടുത്തത് എന്താണ്, formation of a company is a time consuming and expensive process as it involves in the preparation of several documents and the registration is compulsory under Companies Act 2013 or any other previous company law. എന്താ പറയുന്നത്, ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പൈസ ചെലവുള്ളതും ഒരുപാട് സമയം എടുത്തിട്ട് ഉള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്ക് അറിയാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒക്കെ ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഇനിയിപ്പോൾ പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പേരും കാര്യങ്ങളും ഏത് ലൊക്കേഷനാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അതിൻ്റെ താഴെ എല്ലാ പാർട്ട്നേഴ്സും ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഓക്കെ ആയി. രജിസ്ട്രാർ അത് ഫയലിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതൊക്കെ ഏത് കമ്പനി ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ നമ്മൾ മുന്നേ കണ്ട ആക്ടുകൾ ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ ഈ ഡോക്യുമെന്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതിന് ഒരുപാട് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് കൺസ്യൂമിങ് കൂടിയാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ ആണ് പെർപെക്ച്വൽ സക്സഷൻ. A company is created by law and hence only the law can bring an end to its existence. പെർപെക്ച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥിരമായിട്ടുള്ളത്. സക്സഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ, സ്ഥിരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു വീലിന്റെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. അത് വീലിന് എന്താ പ്രത്യേകത, എങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. എൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വിചാരിക്കണം എന്ന് പറയുന്നത്, നിയമം. കാരണം എന്താണ്, കമ്പനി ഈസ് ദി ക്രിയേഷൻ ഓഫ് എ ലോ അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് കമ്പനി. അതുകൊണ്ട് ലോ വിചാരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ എൻഡ് ഉണ്ടാക്കാനും പറ്റുള്ളൂ. അല്ലാണ്ട് അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് വിചാരിച്ചാലൊന്നും കമ്പനി എൻഡ് ചെയ്യാൻ പറ്റില്ല. ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ഓർ ലുനാൻസി ഓഫ് മെമ്പേഴ്സ് ഡസ് നോട്ട് എഫക്ട് ദി ലൈഫ് ഓഫ് കമ്പനി. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡറുടെ മരണോ അല്ലെങ്കിൽ അയാളുടെ മാനസിക നില തെറ്റുക, ഇൻസോൾവെന്റ് ആവുക, അല്ലെങ്കിൽ ഇല്ലോനാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് തന്നെയാണ് അർത്ഥം, ഭ്രാന്ത് വരിക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ആരെ എഫക്റ്റ് ചെയ്യില്ല, ഈ പറഞ്ഞ കമ്പനിയുടെ നടത്തിപ്പിനെ എഫക്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണത്, കമ്പനി ഈസ് ദി ക്രിയേഷൻ ഓഫ് എ ലോ, സോ ഇറ്റ് ക്യാൻ ബി എൻഡ് ബൈ ലോ. സോ കമ്പനി എന്ന് പറയുന്നത് നിയമപ്രകാരമുള്ള ഒരു ക്രിയേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ നിയമത്തിന് മാത്രമാണ് അത് അവസാനിപ്പിക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ ആണ് കൺട്രോൾ. ദി ഓണർ ഓഫ് എ കമ്പനി ആർ ദി മെമ്പേഴ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് whereas the management and control is vested in the hands of directors elected by members. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലാണ് കമ്പനിയുടെ ഓണർഷിപ്പ്. ആ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കൂടിയിട്ട് കമ്പനി ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റും കൺട്രോളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഇലക്ട് ചെയ്ത കുറച്ച് പേരെ ഡയറക്ടർ ബോർഡായിട്ട് അവിടെ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഇതിന്റെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് പഠിച്ചപ്പോൾ അവിടെയും ഈ ഡയറക്ടർ ബോർഡ് കണ്ടിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ മെമ്പേഴ്സിൽ നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള ആളുകൾ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് ഈ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവുക. അവരാണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുകയും അതുപോലെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലയബിലിറ്റി. The liability of member is limited to the extent of their capital contribution only. എന്താ പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണോ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അത്ര വരെ മാത്രമായിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ എവിടെയും കണ്ടത്, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലും കണ്ടത് അല്ലേ. The members can be asked to contribute to the laws only if any unpaid amount on shares held by them. എന്താണ്, നമുക്ക് കമ്പനിയിൽ നഷ്ടം ഉണ്ടാവുമ്പോൾ ഈ മെമ്പേഴ്സിന്റെ അടുത്ത് എന്ത് മാത്രമാണ് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ, മെമ്പേഴ്സ് ആരെങ്കിലും പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, അതായത് ഷെയറിന്റെ പൈസ, പക്ഷെ ഒരു ഷെയറിന് 100 രൂപയാണ്,
അങ്ങനെ ഒരുപാട് ഷെയർ, ഇപ്പോൾ 1,00,000 ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ എമൗണ്ട് കൂടി വരും അല്ലേ. അപ്പോൾ ആ 1 കോടിയുടെ അടുത്തേക്ക് എമൗണ്ട് വരും. അപ്പൊ അതിൽ അയാൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക കുറച്ച് എമൗണ്ട് മാത്രമാണ്. ഈ ഷെയർ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഷെയറിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു ഷെയറിന് 10 രൂപയാണ്. ഒരാൾ ഒരു 1,00,000 ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയാണ് അയാൾക്ക് ഷെയറിന് വരുന്ന എമൗണ്ട്. ആ 1,00,000 ഷെയർ എന്ന് പറയുന്നത് ആദ്യം ഷെയറിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് കൊടുക്കണം. ഈ 10 ലക്ഷം രൂപയിൽ കുറച്ച് എമൗണ്ട്, അപ്പൊ പൊതുവെ 2 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി ഒരു 4 ലക്ഷം വാങ്ങിക്കും, ഇപ്പൊ 6 ലക്ഷമായി. പിന്നെ ആവശ്യമുള്ള സമയത്ത് ഒരു ഫസ്റ്റ് കോൾ ചെയ്തിട്ട് ഈ ഷെയർ എമൗണ്ട് വാങ്ങിക്കും. അപ്പോൾ എന്തായി, അപ്പോൾ ഈ 2 ലക്ഷം കൂടി വാങ്ങിച്ച് 8 ലക്ഷമായി. അപ്പൊ അയാളുടെ നിന്ന് ആകെ 8 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ വിചാരിക്കുക. അയാൾ ശരിക്കും കൊടുക്കേണ്ടത് എത്രയാണ്, 10 ലക്ഷമാണ് ഷെയറിന് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ബാക്കി നിർത്തിയിട്ടുള്ള ഷെയർ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആവശ്യപ്പെടാം നമുക്ക്. കമ്പനിക്ക് നഷ്ടമാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നമുക്ക് അയാളുടെ അടുത്ത് ആവശ്യപ്പെടാം. അതല്ലാതെ 10 ലക്ഷം കൊടുത്ത് 1,00,000 ഷെയർ കയ്യിൽ വെച്ചിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇനിയും കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ലയബിലിറ്റി എന്ന് പറയുന്നത് എവിടം വരെ മാത്രമേ ഉള്ളൂ, ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഫീച്ചറാണ് കോമൺ സീൽ. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണിത്. എ കമ്പനി മേ ഓർ മേ നോട്ട് ഹാവ് എ കോമൺ സീൽ. ആസ് ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇറ്റ് ക്യാൻ നോട്ട് സൈൻ ഡോക്യുമെന്റ്സ്. Therefore, a common seal is used for signature. എന്താ പറയുന്നത്, ഒരു കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണ് സൈൻ ചെയ്യാൻ പറ്റൂ, സൈൻ ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് അവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, കോമൺ സീലാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, last one is risk bearing. The risk of loss in a company is borne by all the shareholders so that it will not become a heavy burden to them. എന്താ പറയുന്നത്, ഒരു കമ്പനിയുടെ റിസ്ക് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം കൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്ന് പറയുന്നത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമായിട്ട് അത് വലിയൊരു ബേർഡൻ ആയി മാറില്ല. കാരണം ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർക്ക് ഈക്വൽ ആയിട്ടാണ് ഈ റിസ്ക് ഷെയർ ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയൊരു നഷ്ടം വരില്ല. നേരെ മറിച്ച് സോൾ പ്രൊപ്രൈറ്ററുടെ കാര്യം ആലോചിച്ച് നോക്കിയേ, റിസ്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ, കംപ്ലീറ്റ് അയാളുടെ തലയിൽ വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്. 8 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് മെറിറ്റ്സ്? ഒന്നാമത്തെ മെറിറ്റ് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. The public may be encouraged to invest in the shares of a company because of limited liability. കുറച്ച് ലയബിലിറ്റി ആണുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പബ്ലിക് എപ്പോഴും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എൻകറേജ്ഡ് ആണ് അല്ലെ. കാരണം ഈ വേറെ നമ്മുടെ പേഴ്സണൽ പ്രോപ്പർട്ടിനെ ഒന്നും ബാധിക്കില്ല. ഇപ്പൊ പബ്ലിക്കിന് നല്ല സന്തോഷമാണ്, മാക്സിമം അതിലിട്ട എമൗണ്ട് പോകുന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ കൂടുതൽ ലയബിലിറ്റി ഒന്നും വരില്ലല്ലോ. ഇതാണ് അതിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വില കൂട്ടി മറ്റൊരാൾക്ക് വേണമെങ്കിൽ വിൽക്കാനായിട്ട് പറ്റും. The investors are attracted to purchase the shares of companies as it can be converted into cash at any time. എപ്പോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെയർ മറ്റൊരാൾക്ക് വിറ്റ് നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ സേഫ് ആക്കാം. ലയബിലിറ്റി വരുമ്പോൾ ആ ലയബിലിറ്റി ഇനി ആർക്കാ വരിക, ആരാണ് ഷെയർ കൈവശം വെച്ചിരിക്കുന്നത് ആൾക്കാണ് വരിക. കാരണം പ്രോഫിറ്റ് ആർക്കാ കിട്ടുക, ഷെയർ ഹോൾഡർക്കാണ് കിട്ടുക. ഷെയർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 50 ഷെയർ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് പൈസയ്ക്ക് അത്യാവശ്യം വന്നു, 100 രൂപയാണ് ഷെയറിന്റെ വില എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ 100 രൂപയ്ക്ക് അത് വിറ്റു, അപ്പൊ എനിക്ക് എത്ര കിട്ടും, ഒരു 5,000 രൂപ കിട്ടും അല്ലെ. ആ 5,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ആ 50 ഷെയർ വിറ്റാല് ഇപ്പൊ ഞാൻ ആർക്കാണ് കൊടുത്തത്, ആ കുട്ടിയുടെ കയ്യിലാണ് ആ ഷെയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ആളുടെ കയ്യിലാണ് ആ ഷെയർ ഉണ്ടായിരിക്കുക. അപ്പൊ ലോസ് വരികയാണെങ്കിൽ ഇനി അത് അയാളാണ് സഫർ ചെയ്യേണ്ടത്. ഈ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലോ അതും അയാൾക്ക് കിട്ടുള്ളൂ, എനിക്ക് കിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ഷെയർ ഇല്ല. അപ്പൊ നമുക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ. മറ്റ് ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും ഇതില്ല, ഈ ട്രാൻസ്ഫർ പറ്റില്ല. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ട്രാൻസ്ഫർ പറ്റും. അടുത്തത് എന്താണ്, പെർപെക്ച്വൽ എക്സിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടെന്ന് അല്ലെ. എ കമ്പനി വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ ഇഫ് ഓൾ ദി മെമ്പേഴ്സ് ഡൈ. എല്ലാ ആൾക്കാരും മരിച്ചാലും കമ്പനി എന്തായിരിക്കും, എക്സിസ്റ്റ് ചെയ്യാൻ ചെയ്യും. ഇറ്റ് ക്യാൻ ബി ലിക്വിഡേറ്റഡ് ഓൺലി ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് കമ്പനി ആക്ട്.
കമ്പനി ആക്ട് അനുസരിച്ച് മാത്രമേ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യാം, ക്യാഷ് ആക്കി മാറ്റുക. അത് ചെയ്യണത് എപ്പം മാത്രമേ പറ്റുള്ളൂ, കമ്പനി ആക്ട് പ്രകാരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന്റെ മെമ്പേഴ്സ് ഒക്കെ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനി പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി അടുത്തത് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. Through the issue of shares, a company can accumulate large amount of capital. Hence, it has greater scope for expansion. സാധാരണ എല്ലാ കമ്പനികളും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഷെയർ ഫുൾ അവർ വിൽക്കില്ല, കുറച്ച് ഹോൾഡ് ചെയ്ത് വെക്കും. അത് എന്തിനു വേണ്ടിയാണ്, ഭാവിയിൽ എന്തെങ്കിലും ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് അത് വിറ്റിട്ട് ആ പൈസ അവർ ഉപയോഗിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ, പുതിയ രീതിയിലേക്ക് കമ്പനി വളർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ സമയത്ത് ഷെയർ കൊടുത്ത് അവരെന്ത് ചെയ്യും, ആ പണം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഷെയർ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അതാണ് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then last one is professional management. Management of a company constitutes the board of directors and supported by salaried managers. എന്താ പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. മാത്രമല്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഓരോ ഏരിയയിലും അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളെ മാനേജേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. അല്ലാണ്ട് ഇവര് നടന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും വിൽക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുവേണ്ടി പർച്ചേസ് മാനേജർ ഉണ്ടാവും, പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടാവും, സെയിൽസ് മാനേജർ ഉണ്ടാവും, മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഓരോന്നിനും ഓരോ മാനേജേഴ്സ്. അവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ പർട്ടിക്കുലർ ഏരിയയിലാണ്. നമുക്കറിയാം എന്താണ് MBA എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, മാനേജ്മെന്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഏരിയകൾ എടുക്കാം, ഹ്യൂമൻ റിസോഴ്സ്, അതേപോലെ മറ്റൊരുപാട് സെക്ടേഴ്സ്, ഇത് പറഞ്ഞ പോലെ മാർക്കറ്റിംഗ്, അങ്ങനെ ഏത് സെക്ടേഴ്സ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ അതിലാണ് കൂടുതൽ ക്വാളിഫൈഡ് ആകുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉള്ളപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ഓവറോൾ കൺട്രോൾ മാത്രമേ ആവശ്യമുള്ളൂ. മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ പറഞ്ഞ സാലറീഡ് മാനേജേഴ്സ് ആണ്. ഓക്കെ, ഈ 5 മെറിറ്റ്സ് ആണുള്ളത്. ഇനി മറ്റെല്ലാ സ്ഥാപനങ്ങളെയും പോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്കും എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ലിമിറ്റേഷൻസ്? ഒന്നാമത്തത് ഡിഫിക്കൽട്ടി ഇൻ ഇൻഫോർമേഷൻ. അതെന്താ കാരണം, ഡ്യൂ ടു കോംപ്ലക്സ് ഫോർമാലിറ്റീസ്. നമുക്കറിയാം ഒരു കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. പലപ്പോഴും അതെങ്ങനെ പോകണം, ത്രൂ പ്രോപ്പർ ചാനൽ തന്നെ പോകേണ്ടി വരും. അങ്ങനെ പ്രോപ്പർ ചാനലിൽ കൂടിയൊക്കെ പോയി വരുമ്പോൾ പലപ്പോഴും എന്തുണ്ടാവും, വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതിന്റെ ഈ ഒരു ഫോർമേഷന് വേണ്ടിയിട്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് അതിന് മുന്നേ ചെയ്യാണ്ട്, ഒരുപാട് ഡോക്യുമെന്റ്സ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫോം ചെയ്യാനായിട്ട് മറ്റ് പാർട്ട്ണർഷിപ്പോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ പോലെയല്ല, കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ലാക്ക് ഓഫ് സീക്രസി. നമുക്കറിയാം അല്ലെ, ഈച്ച് പബ്ലിക് കമ്പനി ഷുഡ് പബ്ലിഷ് ദർ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് ടു ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആൻഡ് ടു ദി പബ്ലിക് ടൈം ടു ടൈം. Hence, there is no secrecy in the operation of a joint stock company. എന്താണ്, ഒരു പബ്ലിക് കമ്പനി ആയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അക്കൗണ്ട്സും റിപ്പോർട്ട്സും എല്ലാം വർഷാവർഷം രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ. അതേപോലെ തന്നെ പബ്ലിക്കിന്, അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണോ അവർക്കൊക്കെ കൊടുക്കണം. ആരൊക്കെയാണോ നമ്മുടെ സപ്ലയേഴ്സ് അവരാവശ്യപ്പെട്ടാൽ അവർക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സീക്രസി ആണുള്ളത്, ഒരു സീക്രസി ഉണ്ടാവില്ല ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്, അയാൾക്ക് വേണമെങ്കിൽ എല്ലാം രഹസ്യമാക്കി വെക്കാം. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ എല്ലാം രഹസ്യമാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം, അല്ലെ? അപ്പൊ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എന്താണ്, സീക്രസി കുറവാണ്. അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെന്റ്. The large size of a company makes it difficult to maintain personal contact with the employees, customers and creditors. എന്താ പറയുന്നത്, വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെയുള്ള ആളുകൾ തമ്മിൽ പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവില്ല. അതേപോലെ കസ്റ്റമേഴ്സുമായിട്ട് വലിയ കോണ്ടാക്ട് ഉണ്ടാവില്ല, ക്രെഡിറ്റേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ എന്ത് വരുത്തും, ആളുകൾക്ക് വലിയൊരു പേഴ്സണൽ അറ്റൻഷൻ ഒക്കെ കിട്ടാതെ ആകുമ്പോൾ അതൊരു കുറഞ്ഞൊരു ഇതിലേക്ക് കൊണ്ടുപോകും. ഒരു കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, അവർക്ക് സെക്കൻഡ് ഡോസ് ഇത് കിട്ടിയിട്ടില്ലാന്ന്, വാക്സിനേഷൻ കിട്ടിയിട്ടില്ലാന്ന്. ഇപ്പൊ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഇലക്ഷൻ ഉള്ളത് കൊണ്ടും ഏജ് കൂടിയിട്ടല്ല കേട്ടോ, എന്നാലും അവർക്ക് ഇത് കിട്ടും, വാക്സിനേഷൻ കിട്ടും.
ഇപ്പൊ രണ്ടാമത്തെ ഡോസ് ഇലക്ഷന് മുന്നേ ഫസ്റ്റ് ഡോസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പൽസറി ആയിട്ട് ഗവൺമെന്റ്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അപ്പൊ സെക്കൻഡ് ഡോസ് എടുക്കേണ്ട സമയമായി. അപ്പൊ തീരെ കിട്ടാതെ ആളാകെ പരിഭ്രമിച്ചു. ഇനി സെക്കൻഡ് ഡോസ് എടുക്കാണ്ടിരുന്നാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങണേ, സമയത്തിന്റെ ഉള്ളിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ. 50 ദിവസം കഴിഞ്ഞു. അപ്പൊ ആകെ പേടിയായി. അപ്പൊ നോക്കുമ്പോ പറഞ്ഞു മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ അവിടെ അവർക്കൊരു റിലേറ്റീവ് ഉണ്ട്. അപ്പൊ റിലേറ്റീവിന്റെ അടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങൾ പോരെ ചെയ്തു ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ആള് പറഞ്ഞു നീ ആ സ്റ്റാഫിന്റെ വരിയിൽ കയറി നിന്നു എന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചാൽ നേഴ്സാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ സ്റ്റാഫിന്റെ വരിയിൽ കയറി നിന്നു. സ്റ്റാഫിന്റെ വരി കുറവാണ്, മറ്റേ പബ്ലിക്കിന്റെ വരി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ ഒരു റിലേറ്റീവ് ഉള്ള കാരണം കേട്ടോ ധൈര്യമായിട്ട് ആ വരിയിൽ കയറി നിന്നത്. അപ്പൊ ഈ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവരധികം ഇങ്ങനെ മുഖം കൊടുക്കാതെ നിന്നു, കാരണം കള്ളത്തരല്ലേ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞു ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാന്ന് ചോദിച്ചു. അപ്പൊ ഈ സുഹൃത്ത് റിലേറ്റീവ് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞു മൂപ്പര്. അതാണ് നമ്മൾ കാണാതിരുന്നത് എന്ന് പറഞ്ഞു. അവിടെ എത്തോളം ആ സ്ത്രീ വർത്താനം പറഞ്ഞു. അവർക്ക് മനസ്സിലായിട്ടില്ല അവിടുത്തെ സ്റ്റാഫ് അല്ല എന്നുള്ളത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതല്ല. പറഞ്ഞത് എന്താണ്, വലിയ ഓർഗനൈസേഷൻസ് ആകുമ്പോൾ എംപ്ലോയീസിന് പോലും പരസ്പരം ചിലപ്പോൾ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല. ഇന്ന സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ആ മാനേജർക്ക് എല്ലാവരുമായിട്ടും പേഴ്സണൽ കോണ്ടാക്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, അവിടെ വലിയൊരു അടുപ്പം തോന്നില്ല അല്ലെ. അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആണ് മിക്കവാറും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിൽ ഉണ്ടാവുക. അതാണ് അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ന്യൂമറസ് റെഗുലേഷൻസ്. റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമങ്ങൾ അല്ലെ. ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവും. നിയമങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കുറെ കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് ഒരുപാട് ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോവുക. കമ്പൽസറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ശരിയാണോ എന്ന് പുറത്തുനിന്ന് ഒരു ഓഡിറ്റർ വന്നിട്ട്, ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ എന്തായിരിക്കണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം അല്ലെ. അയാൾ വന്ന് പരിശോധിക്കും. ഫില്ലിംഗ് ഓഫ് റിപ്പോർട്ട്സ് ഫിൽ ചെയ്ത് കൊടുക്കണം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്സ്, നിയമപ്രകാരം വിളിക്കേണ്ട കുറെ മീറ്റിങ്ങുകളുണ്ട്, അത് ചെയ്യണം. ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ്സ് ഫ്രം രജിസ്ട്രാർക്ക് ഈ സാധനങ്ങളൊക്കെ കൊടുത്താൽ അതിൽ നിന്ന് രജിസ്ട്രാറുടെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതേപോലെ എന്താണ് സെബി എന്ന് പറഞ്ഞാല് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം ഷെയർ ഇറക്കിയിട്ടാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത് അല്ലേ. ഈ സെബി ആണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലുള്ള എല്ലാ ഓർഗനൈസേഷൻസിന്റെയും ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അവരാവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ്, അവിടെ നമ്മൾ ചെയ്യേണ്ട കുറെ ഫോർമാലിറ്റീസ്, ഇതെല്ലാം ഉണ്ടാവും. ഇത്രയും നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരും, അത് ഒരുപാട് കോംപ്ലക്സിറ്റീസ്, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് വരുമ്പോൾ അവിടെ പലപ്പോഴും കാര്യങ്ങൾ എന്താ പറയാ, അതും ഇതൊക്കെ എത്താത്ത പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അടുത്തത് എന്താണ്, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ഗെറ്റ് കൺസെന്റ് ഫ്രം ദി ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് പറയുന്നത്, നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ മിക്കവാറും അതിന് ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം വേണം, മറ്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ അംഗീകാരം വേണം. ആള് കൂടുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് അതിനൊരു കൃത്യസമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പലപ്പോഴും പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്താറുണ്ട്. പിന്നെ ഒലിഗ്രാഫിക് മാനേജ്മെന്റ്. ഒലിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്, റൂൾ ബൈ എ ഫ്യൂ, കുറച്ച് പേര്. ഒലിഗോപ്പൊളി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, അതായത് കുറച്ച് പേര് മാത്രമാണ് നമ്മളെ ഭരിക്കുന്നത്. ദി കൺട്രോൾ ഈസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ പീപ്പിൾ ഹു മേ ഇഗ്നോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പൊ കുറച്ച് പേര് ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ ആയി എന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്തോളണം നിർബന്ധമില്ല. ഇപ്പൊ കുറച്ച് ആളുകളുടെ കയ്യിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, അവർക്കുള്ള താല്പര്യം അവര് ചിലപ്പോൾ സംരക്ഷിച്ചു പോയി എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് മറ്റുള്ളവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ ഇഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ്, തർക്കങ്ങൾ ഉണ്ടാവും അല്ലെ. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദി മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് മേ അഡ്വേഴ്സ്ലി ഇഫക്ട് ദി പ്രോഗ്രസ് ഓഫ് ദി കമ്പനി. അങ്ങനെ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആരെ ബാധിക്കും, കമ്പനിയുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചു എന്ന് വരാം. ഇത്രയുമാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ നമുക്കറിയാം പ്രൈവറ്റ് കമ്പനി ഉണ്ട്, അതുപോലെ പബ്ലിക് കമ്പനി ഉണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് കമ്പനികളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ അതില് ഇത് നോക്കി നോക്കൂ, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. ഇനി അതില് ഒരു കമ്പനിയുടെ പേര് കൂടെ പറഞ്ഞിട്ടുണ്ട്, വൺ പേഴ്സൺ കമ്പനി.
ഇത് അത്ര പോപ്പുലർ ഒന്നും അല്ല കേട്ടോ. നമ്മൾ സാധാരണ കമ്പനി എന്നുള്ള ഫോം എടുക്കുമ്പോൾ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി എന്നുള്ള 2 ക്ലാസിഫിക്കേഷൻ ആണ് പറയാറ്. പക്ഷെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് 1% കമ്പനിയെ പറ്റി കൂടി നമുക്ക് പഠിച്ചിരിക്കണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഫോർമാലിറ്റീസ് ഉണ്ട്. കമ്പനി തന്നെയാണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. കമ്പനി എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷൻസ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. എന്താണ് പ്രൈവറ്റ് കമ്പനി? A private company is defined as a company by its articles of association, restricts the right to transfer the shares, has a minimum of 2 and a maximum of 200 members, excluding the present and past employees, does not invite public to subscribe to its securities, and it is necessary to use the word private limited after its name. എന്താണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ? പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നിയമാവലിയാണ് കേട്ടോ. ആ നിയമാവലി അനുസരിച്ചിട്ട് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പനിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷെയർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് എന്താണ്? ഇറ്റ് മേ ബി ലിക്വിഡബിൾ അല്ലേ, ഈസി ആയിട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രൈവറ്റ് കമ്പനികളാവുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മാത്രവുമല്ല, അവിടെ മിനിമം 2 ആളും മാക്സിമം 200 മെമ്പേഴ്സും മാത്രമേ പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. അത് എന്താണ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രസന്റ് ആൻഡ് പാസ്റ്റ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അതിന്റെ മെമ്പേഴ്സ് മിനിമം 2 ആളും മാക്സിമം 200 ആളും മാത്രമേ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഡസ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്സ് സെക്യൂരിറ്റീസ്. പബ്ലിക്കിന്റെ അടുത്ത് നിന്നും സെക്യൂരിറ്റീസ് വാങ്ങിക്കാൻ ആവശ്യപ്പെടാനായിട്ട് പറ്റില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടാൻ പറ്റില്ല. മാത്രമല്ല, ആ കമ്പനിയുടെ പേരിന്റെ അവസാനം എന്ത് പേര് ചേർത്തിരിക്കണം? പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ പല കമ്പനികളുടെയും എൻഡിൽ കണ്ടിട്ടുണ്ടാവും PVT LMT എന്നുള്ളത്. അത് അതിൻ്റെ അർത്ഥം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കേട്ടോ. അത് ചേർത്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികളാണ് ആസ് പെർ their articles of association it restricts the right to transfer shares and it has minimum 2 and maximum 200 members and it have no right to invite public to subscribe their securities and shares and there must be used the word private limited after its name. ഈ 4 പെക്യൂലിയാരിറ്റീസ് ഉള്ള കമ്പനികളെ പറയുന്ന പേരാണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത്. ഓക്കെ, പ്രൈവറ്റ് കമ്പനി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്താണ് പ്രിവിലേജസ്? പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ മുൻഗണന, അതിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈസി ഫോർമേഷൻ. ഓൺലി 2 persons ആർ റിക്വയർഡ് ടു ഫോം എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങണമെങ്കിൽ 2 person to 200 person ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അറ്റ്ലീസ്റ്റ് 2 ആളുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന പോലെ നമുക്ക് ആരും എന്തും തുടങ്ങാം, ഈ പറഞ്ഞ പ്രൈവറ്റ് കമ്പനിയും തുടങ്ങാം. ഓക്കെ, അടുത്തത് എന്താണ്? നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ആണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ ഇൻവിറ്റേഷൻ യൂസ് ചെയ്യുക? ഇപ്പൊ കല്യാണത്തിന് നമ്മൾ ക്ഷണക്കത്ത് അടിക്കാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ് ക്ഷണക്കത്ത് അടിക്കുന്നത്? മറ്റുള്ളവരെ ഇന്ന സമയത്താണ് കല്യാണം, അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് പറയുന്നതാണ്. അതേപോലെ കമ്പനിയുടെ ഷെയറുകൾ പുറത്തുള്ള ആളുകൾ വാങ്ങണമെങ്കിൽ അവരറിയണ്ടേ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അതിന് ഇത്ര ഷെയർ വിൽക്കാനുണ്ടെന്നും അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും ഇറക്കിയിരിക്കണം കമ്പനികൾ എന്ന് കമ്പനി ആക്ട് പ്രകാരം പറയുന്നുണ്ട്. ഇവിടെ പ്രോസ്പെക്ടസ് ഇറക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പബ്ലിക്കിനെ എന്ത് ചെയ്യില്ല, നമ്മൾ ഷെയർ കൊടുക്കില്ല, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യില്ല. ഇൻവൈറ്റ് ചെയ്യണില്ലെങ്കിൽ പിന്നെ ഇൻവിറ്റേഷന്റെ ആവശ്യം എന്താ? രജിസ്റ്റർ മാരേജ് പോലെയാണ്. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ആരെങ്കിലും പോകുമ്പോൾ ഒളിച്ചൊളിയൊക്കെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ ആരെങ്കിലും ക്ഷണക്കത്തടിച്ചിട്ടാണോ പോവുക? അല്ലല്ലോ. നമ്മളവിടെ പുറത്തുനിന്ന് ആരെയും പ്രതീക്ഷിക്കണില്ല. ആ ചെറുക്കനും പെണ്ണും ഇതറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സും മാത്രമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പൊ അവിടെ ക്ഷണക്കത്തിന്റെ ആവശ്യമില്ല. അതേപോലെയാണ് പ്രൈവറ്റ് കമ്പനി.
അതിന്റെ മെമ്പേഴ്സ് മാത്രം അറിഞ്ഞാൽ മതി, പബ്ലിക് ഇത് അറിയേണ്ട അത്യാവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ എന്താ ആവശ്യമില്ല, നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. പബ്ലിക് ഈസ് നോട്ട് ഇൻവൈറ്റഡ് ടു സബ്സ്ക്രൈബ് ടു ദി ഷെയർസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഇറക്കേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞ പ്രോസ്പെക്ടസ് ഇറക്കേണ്ട ആവശ്യം ഇല്ല. അടുത്തത് എന്താണ്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. ഇറ്റ് ക്യാൻ അലോ ഷെയർസ് ആൻഡ് റേസ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി. നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. നോ നീഡ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. എന്താ പറയുന്നത്, ഷെയർ ഒക്കെ കൊടുക്കാം, പക്ഷെ ഷെയർ കൊടുക്കാനായിട്ട് പ്രോസ്പെക്ടസ് ഇറക്കി പുറത്തുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവരെ പരിചയക്കാർക്കോ അല്ല പുറത്തുള്ളവർ വാങ്ങിക്കാൻ തയ്യാറുണ്ടെങ്കിൽ കേട്ടറിഞ്ഞു വരണവർ വാങ്ങിച്ചു പോവാം, അത്ര മാത്രമേ ഉള്ളൂ. മാത്രമല്ല അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ല. എന്താണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ കമ്പനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഒരുപാട് നിർബന്ധങ്ങളുള്ളത് എന്താ വെച്ചാല്, ഷെയർ ഇറക്കുമ്പോൾ ഷെയറിന്റെ ഇപ്പോൾ 1,00,000 ഷെയർ ഇറക്കിയ മിനിമം ഒരു 500 ഷെയർ എങ്കിലും വിറ്റിരിക്കണം എന്ന് നിർബന്ധം വെക്കും ഗവൺമെന്റ്. ആ മിനിമം ഷെയർ വാങ്ങാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അവര് ഇപ്പോൾ ഒരു 250 ഷെയർ വിറ്റാൽ അത് മുഴുവൻ തിരിച്ചു വിളിച്ച് വീണ്ടും പ്രോസ്പെക്ടസ് ഇറക്കിയിട്ട് വേണം വീണ്ടും ഷെയറുകൾ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മിനിമം 500 തികയണം. നിങ്ങൾ ഈ പണ്ടത്തെ തായം കളിയൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ലൂഡോ ആണ് തോന്നുന്നു അല്ലെ കളിക്കുന്നത് നിങ്ങൾ. അതിലറിയാം നമുക്ക് ആ 6 1 അങ്ങോട്ട് കിട്ടിയാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതേപോലെയാണ് ഇവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ, മിനിമം ആളുകൾ അത് വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു ആവശ്യം എവിടെയില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ഇല്ല. കാരണം നമ്മൾ പബ്ലിക്കിന് ഇത് കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെ അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു കോൺസ്ട്രെയിന്റ് ഇല്ല. അടുത്തത് എന്താണ്, സ്റ്റാർട്ടിംഗ് ഓഫ് ബിസിനസ്. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ദി ബിസിനസ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ്. എപ്പോഴാണോ അതിന്റെ ഇൻകോർപ്പറേഷൻ നടപടികളെല്ലാം കഴിയുന്നത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വെയിറ്റ് ചെയ്യുക, രജിസ്ട്രേഷന്റെ ഫുൾ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നീഡ് ടു ഹാവ് ഓൺലി 2 ഡയറക്ടേഴ്സ് മിനിമം. മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 15 ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും ഡയറക്ടേഴ്സിന്റെ മാക്സിമം എണ്ണം 15 ആണ്. ഇവിടെ മിനിമം ആരും മതി, 2 ഡയറക്ടേഴ്സ്. 2 മെമ്പേഴ്സ് ഉള്ളൂ വെച്ചാൽ 2 ഡയറക്ടേഴ്സിന്റെ ഉണ്ടാവുള്ളൂ, ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എണ്ണം പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, നോട്ട് റിക്വയർഡ് ടു കീപ് ആൻ ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് എത്ര ഷെയർ ഉണ്ട്, എന്നാണ് ഇവർ ഷെയർ ഹോൾഡർ ആയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. കാരണം എന്താണ്, ഇറ്റ് വിൽ നോട്ട് ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ദെയർ ഷെയർസ് അല്ലെ. പ്രോസ്പെക്ടസ് അടിച്ച് പബ്ലിക്കിനെ അവർ എന്ത് ചെയ്യുന്നില്ല, ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് പ്രൈവറ്റ് കമ്പനി ആകുമ്പോഴുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രിവിലേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞത് ആരെയാണ്, പബ്ലിക് കമ്പനിയാണ് അല്ലെ. പബ്ലിക് കമ്പനി എന്താണ്, ആസ് പെർ കമ്പനീസ് ആക്ട് 2013 എ പബ്ലിക് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്തൊരു കമ്പനീനെ പറയുന്ന പേരാണ് പബ്ലിക് കമ്പനി. അപ്പൊ നമുക്ക് അറിയണം കേട്ടോ എന്താണ് പ്രൈവറ്റ് കമ്പനി എന്നുള്ളത്. In other words, it has no restriction on the right of members to transfer the shares. ഷെയർ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. മിനിമം 7 മെമ്പേഴ്സ് ആൻഡ് നോ ലിമിറ്റ് ഓൺ മാക്സിമം നമ്പേഴ്സ്. 7 മെമ്പേഴ്സ് മിനിമം വേണം, പക്ഷേ മാക്സിമം നമ്പറിൽ ലിമിറ്റേഷൻ ഇല്ല. മറ്റൊടുത്ത് നമ്മൾ 200 200 ആണ് പറഞ്ഞത്. ആൻഡ് പെർമിറ്റ്സ് ടു മേക്ക് എനി ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഷെയറും ഡിബഞ്ചറൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഇൻവിറ്റേഷൻ ഇറക്കാം, മറ്റൊടുത്ത് അത് പറ്റില്ല. മാത്രമല്ല നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കണം, ഇവിടെ അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഇല്ലാത്ത, പ്രൈവറ്റ് കമ്പനിയിൽ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത കമ്പനി ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിക്ക് പറയുന്ന പേരാണ് പബ്ലിക് കമ്പനി. ഓക്കെ, ഇനി എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് എ സബ്സിഡിയറി ഓഫ് എ പബ്ലിക് കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് എ പബ്ലിക് കമ്പനി. എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ ആ പിക്ചർ കണ്ടോ നിങ്ങൾ, അതിൽ നടുക്കിൽ നിൽക്കുന്ന കമ്പനി പബ്ലിക് കമ്പനിയാണ് വിചാരിക്കാം. അതിന്റെ ഒരു സബ്സിഡിയറി, അതിന്റെ ഒരു ഭാഗമായിട്ട് വേറെ 4 കുഞ്ഞു കെട്ടിടങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ള സബ്സിഡിയറീസ് ഉണ്ടെങ്കിൽ അത് പ്രൈവറ്റ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ളതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് പബ്ലിക് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം, 1 പേഴ്സൺ കമ്പനി അല്ലേ. 1 പേഴ്സൺ കമ്പനി, അതിന്റെ ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട് OPC, മീൻസ് എ കമ്പനി വിത്ത് ഓൺലി 1 പേഴ്സൺ ആസ് ഇറ്റ്സ് മെമ്പർ. ഒരാൾ മാത്രം മെമ്പർ ആയിട്ടിരിക്കുന്ന കമ്പനിയാണ് OPC, 1 പേഴ്സൺ കമ്പനി. സെക്ഷൻ 3(1) ഓഫ് ഇന്ത്യൻ കമ്പനി ആക്ട് 2013, 2013 ഇന്ത്യൻ കമ്പനി ആക്ടിന്റെ സെക്ഷൻ 3 അനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളാണ് 1 പേഴ്സൺ കമ്പനി. ഒറ്റ മെമ്പറെ വേണ്ടു. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് വേണം.
പബ്ലിക് ആണെങ്കിൽ അവിടെ മിനിമം 7 മെമ്പേഴ്സ് വേണം. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കമ്പനിയാണ് 1 പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ആ 1 പേഴ്സൺ കമ്പനി എടുത്തിട്ടില്ല, കണ്ടു നിങ്ങൾ. അപ്പോൾ ഇവിടെ പബ്ലിക്കും പ്രൈവറ്റും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. മിനിമം 7 മാക്സിമം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ് പബ്ലിക്കിൽ. പ്രൈവറ്റിലാണെങ്കിലോ മിനിമം 2 മാക്സിമം 200 അല്ലേ. ദെൻ അടുത്തത് എന്താണ്? ഡയറക്ടേഴ്സ്. പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. പ്രൈവറ്റ് കമ്പനിയിൽ എത്ര ഡയറക്ടേഴ്സ് മതി? 2, മിനിമം 2 ഉണ്ടായാൽ മതി. കാരണം 2 വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പബ്ലിക് കമ്പനിയിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല, കമ്പൽസറി ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ അതെന്തല്ല, കമ്പൽസറി അല്ല. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവരുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പബ്ലിക്കിന് എന്താണ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെടാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ അത് സൂക്ഷിക്കേണ്ട. അതേസമയം പബ്ലിക് കമ്പനിയിൽ അത് നിർബന്ധമായിട്ടും സൂക്ഷിച്ചിരിക്കണം. അടുത്തത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്. അതിൽ പ്രൈവറ്റ് കമ്പനിയിൽ നോക്കി നോക്കൂ, റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലേ, ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പബ്ലിക് കമ്പനിയിലോ റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് ഇഷ്ടം പോലെ അത് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ, ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ ഉണ്ട് പബ്ലിക് കമ്പനിയിൽ അല്ലേ, പ്രോസ്പെക്ടസ് ഇറക്കാം, അതുപോലെ അവർക്ക് ഇൻവൈറ്റ് ചെയ്യാം. പക്ഷെ പ്രൈവറ്റ് കമ്പനിയിൽ പ്രോസ്പെക്ടസ് ഇറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, പബ്ലിക്കിന് ഇൻവിറ്റേഷൻ ഇല്ല. പബ്ലിക്കിന് എന്ത് കൊടുക്കാൻ പാടില്ല, ഷെയർ കൊടുക്കാനായിട്ട് പാടില്ല. ഇനി ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം മെമ്പേഴ്സിന്റെ എണ്ണവും ഡയറക്ടേഴ്സിന്റെ എണ്ണവും ഇൻഡെക്സ്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ഇൻവിറ്റേഷൻ ടു പബ്ലിക്. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. മനസ്സിരുത്തി പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. താങ്ക്